August of UPSC History Discussion 1939 to 1947. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പ്രിലിംസ് പെർസ്പെക്റ്റീവിലും അവസാന ഭാഗത്ത് മെയിൻസ് പെർസ്പെക്റ്റീവിലും എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നു ഓഗസ്റ്റ് ഓഫ്? അതിന്റെ പശ്ചാത്തലം, പ്രാധാന്യം. The Viceroy of India, Lord Lithinglaw, proposed August offer in 1940. 1940 ലോർഡ് ലിത്തിങ്ലോ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വയ്ക്കാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്? നമുക്കറിയാം 1939 എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷമാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷമാണ്. ആ രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് പോളണ്ടിനെ ജർമ്മനി ആക്രമിക്കുന്നതും ബ്രിട്ടൻ യുദ്ധത്തിലേക്ക് വരുന്നതും ബ്രിട്ടൻ തന്നെ നാസികളാൽ കൈയടക്കപ്പെടും എന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് ആ ഒരു സമയത്താണ് ബ്രിട്ടന് ഇന്ത്യയുടെ ഒരു സഹായം യുദ്ധത്തിൽ ആവശ്യമായേ തീരൂ എന്നുള്ള ഒരു അവസ്ഥ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് ലീഡേഴ്സ് ഇന്ത്യൻ ലീഡേഴ്സിനെ ഒന്നും കൺസൾട്ട് ചെയ്യാതെ ബ്രിട്ടൻ ഡിക്ലെയർ ചെയ്തു എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്ന്. ഇതില് ഇന്ത്യൻ ലീഡേഴ്സ് ലിത്തിങ്ലോ made a proposal that is called as August offer in August 1940 to gather Indian support in World War II. There was a criticism that Britain dragged India into World War II without consulting Indian leaders or without Indian consent. ഇന്ത്യക്കാരുടെ സമ്മതമില്ലാതെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ബ്രിട്ടൻ ഇന്ത്യയെ വലിച്ചിഴച്ചു എന്ന ഒരു വിമർശനത്തിന് മറുപടി ആയിട്ട് ഇന്ത്യക്കാരിൽ നിന്ന് ആ സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ലോർഡ് ലിത്തിങ്ലോ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്. സോ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഓഗസ്റ്റ് ഓഫർ? ഇറ്റ് വാസ് ലോർഡ് ലിത്തിങ്ലോ. ലോർഡ് ലിത്തിങ്ലോ ആണ് ഓഗസ്റ്റ് ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വെൻ വാസ് ഓഗസ്റ്റ് ഓഫർ അനൗൺസ്ഡ്? എപ്പോഴാണ് ഓഗസ്റ്റ് ഓഫർ അനൗൺസ് ചെയ്യുന്നത്? 1940 ഓഗസ്റ്റ് 8. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ അനൗൺസ് ചെയ്യുന്നത്. What was the reason behind proposal of August offer, or what was the background of August offer? It was Second World War. In 1939, World War II broke out, and Britain dragged India into the war without consulting Indian leaders or without Indian consent, and Indian leaders were upset on this. So Britain herself was in danger that being occupied by Nazis. So INC softened its stand and said that the support would be provided if the power was transferred to an interim government in India. 1939 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ബ്രിട്ടൻ തന്നെ നാസികളാൽ കൈയടക്കപ്പെടുമെന്നൊരവസ്ഥ വന്നപ്പോൾ INC എന്ത് ചെയ്തു? അതിൻ്റെ ഒരു സമീപനം മൃദുപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പിന്തുണ തരാൻ തയ്യാറാണ്. അധികാരം ഇന്ത്യയിലെ ഒരു ഇന്ററിം ഗവൺമെന്റിനെ കൈമാറുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ പിന്തുണ തരാൻ തയ്യാറാണ് എന്ന് ആര് പറഞ്ഞു? INC പറഞ്ഞു. ഇതിന് ഒരു മറുപടിയായിട്ടാണ് ലോർഡ് ലിത്തിങ്ലോ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻ ദിസ് ഓഗസ്റ്റ് ഓഫർ the right of the Indians, for the first time the right of the Indians to frame their own constitution was acknowledged. ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന ഉണ്ടാക്കാമെന്ന് ബ്രിട്ടൻ പറയുന്നത് ഈ ഓഗസ്റ്റ് ഓഫറിൽ കൂടിയാണ്. ഇനി എന്തൊക്കെയാണ് ഓഗസ്റ്റ് ഓഫറിൽ ബ്രിട്ടൻ മുന്നോട്ട് വെച്ച മറ്റു കാര്യങ്ങൾ എന്ന് നോക്കാം. ഓഗസ്റ്റ് ഓഫറിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു. ഡൊമിനിയൻ സ്റ്റാറ്റസ് ആസ് ദ ഒബ്ജക്റ്റീവ് ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി വാഗ്ദാനം ചെയ്തു. ആൻഡ് ദർ വുഡ് ബി ആൻ എക്സ്പാൻഷൻ ഇൻ വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അത് വലുതാക്കി അതിൽ കൂടുതൽ ഇന്ത്യൻസ്, ഫസ്റ്റ് ടൈം മോർ ഇന്ത്യൻസ് ദാൻ വൈറ്റ്സ്, കൂടുതൽ ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. എ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി വുഡ് ബി സെറ്റ് അപ്പ് ആഫ്റ്റർ ദ വാർ ടു ഡിറ്റർമൈൻ ഇന്ത്യാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്യൂച്ചർ. ഇന്ത്യയുടെ ഭരണഘടനാ ഭാവി അതിനെപ്പറ്റി തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി രൂപീകരിക്കും. ആൻഡ് ദ ക്രിയേഷൻ ഓഫ് എ വാർ അഡ്വൈസറി കൗൺസിൽ, ഒരു വാർ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കും. There would be no change in Government of India Act. Government of India Actil ഒരു ചേഞ്ചസും ഉണ്ടായിരിക്കുകയില്ല. And the creation of a war advisory council,
ഒരു വാർ അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കും. There would be no change in Government of India Act. Government of India Actil ഒരു ചേഞ്ചസും ഉണ്ടായിരിക്കുകയില്ല. No future constitution would be adopted without the consent of minorities. മൈനോറിറ്റീസിന്റെ ന്യൂനപക്ഷങ്ങളുടെ അനുവാദമില്ലാതെ ഒരു ഭരണഘടനയും രൂപീകരിക്കുകയില്ല. ഇത്രയുമാണ് ഓഗസ്റ്റ് ഓഫറിൽ ബ്രിട്ടൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഡൊമിനിയൻ സ്റ്റാറ്റസ്, പ്രൊപ്പോസൽ ഫോർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, എൻലാർജ്മെന്റ്സ് ഓഫ് വാർ എക്സിക്യൂട്ടീവ് കൗൺസിൽ, and no constitution would be adopted without the consent of minorities, and proposal of a war advisory council, and there would be no changes in Government of India Act. ഇത്രയുമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്താണ് ഈ ഒരു ഓഗസ്റ്റ് ഓഫറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നതും ഇതിനെതിരെ ഇന്ത്യൻ ലീഡേഴ്സിന്റെ പ്രതികരണം എന്തൊക്കെയായിരുന്നുവെന്നും നോക്കാം. For the first time, the demand for the Constituent Assembly was accepted. ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ആദ്യമായി അംഗീകരിക്കുന്നത് ഓഗസ്റ്റ് ഓഫറിൽ കൂടിയാണ്. അതുകൂടാതെ ഡൊമിനിയൻ സ്റ്റാറ്റസ് വാസ് എക്സ്പ്ലിസിറ്റ്ലി ഓഫേർഡ്. ഡൊമിനിയൻ പുത്രിക രാജ്യ പദവി എന്നത് വ്യക്തമായിട്ട് തന്നെ അവർ അംഗീകരിച്ചു. ഇതുകൂടാതെ 1941 there was an expansion in Viceroy Executive Council and the majority, that Indians was majority 8 out of 12, 12 ആൾക്കാർ എന്ന രീതിയിൽ ആ ഒരു വൈസ്രോയ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ എക്സ്പാൻഷനും അവിടെ നടന്നു. ആൻഡ് നാഷണൽ ഡിഫൻസ് കൗൺസിൽ വാസ് സെറ്റ് അപ്പ് വിത്ത് പുവർലി അഡ്വൈസറി ഫംഗ്ഷൻ. അഡ്വൈസറി ഫംഗ്ഷൻ മാത്രം ഉണ്ടായിരുന്നില്ല, ഉപദേശക അധികാരം മാത്രം ഉണ്ടായിരുന്നില്ല ഒരു നാഷണൽ അഡ്വൈസറി കൗൺസിൽ. ഇനി ഇതിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? INC rejected this offer in 1940 in the meeting that was held in Wada because there was no suggestion for national government. ഒരു നാഷണൽ ഗവൺമെന്റിനുള്ള ഒരു പ്രപ്പോസൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഓഗസ്റ്റ് ഓഫറിനെ റിജക്ട് ചെയ്തു. കാരണം പുത്രിക രാജ്യ പദവിയാണ്, ബ്രിട്ടന്റെ കീഴിൽ വരുന്ന പുത്രിക രാജ്യ പദവിയാണ് ഡിമാൻഡ് ചെയ്തത്. നാഷണൽ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ INC ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. മുസ്ലിം ലീഗ് വെൽക്കം ദ വീറ്റോ അഷ്വറൻസ് ബട്ട് they reiterated that nothing sort of partitioning the country would be acceptable to them. വീറ്റോ അധികാരത്തെ അവർ വെൽക്കം ചെയ്തുവെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിഭജനത്തിൽ കുറഞ്ഞതൊന്നും അവർ അംഗീകരിക്കുകയില്ല. നത്തിങ് സോർട്ട് ഓഫ് പാർട്ടീഷൻ വുഡ് ബി ആക്സെപ്റ്റബിൾ ടു ദം എന്നാണ് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് ഇതിലുണ്ടായിരുന്നത്. പിന്നെ ഹിന്ദു മഹാസഭ was somewhat fine with this offer and they nominated some leaders to Viceroy Executive Council. But gradually the Indian leaders realized that British were evasive and not sincere about this constitutional reform. At the end of the year, most political parties rejected this August offer. ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനും മനസ്സിലായി ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനത്തിൽ ബ്രിട്ടീഷുകാർക്ക് യാതൊരു ആത്മാർത്ഥതയില്ല എന്ന്. അങ്ങനെ എന്ത് ചെയ്തു? അവർ അതിനെ മുഴുവൻ റിജക്ട് ചെയ്തു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെ റിജക്ട് ചെയ്തു. ദ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ഓഫ് ദ ഫെയിലിയർ ഓഫ് ഓഗസ്റ്റ് ഓഫർ വാസ് ലോഞ്ചിങ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. അതിനുശേഷമാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം തുടങ്ങുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് that was proposed by Lord Lithinglow in 1940 August 8. Background, that was Second World War to assure Indian support in World War II. Because Britain dragged India into the war without Indian consent. Now, what was the proposal? The proposal for a constituent assembly after the war where Indian could frame their own constitution, and to Dominion status was explicitly offered, and expansion of Viceroy Executive Council, War Advisory Council, and there would be no constitution without the support of minorities, and there would be no changes in Government of India Act. These were the important proposal included in August offer. Now, how would you write if a question is asked in mains relating to the background and significance of August offer? First, you should describe the background. You should describe the background of August offer, that Lord Lithinglow proposed the August offer to India in 1940. The year in 1940 for what? To gather the support of Indians in World War II. So this is the key word. Gather the support of Indians in World War II. The offer was made in response to the criticism. Why the offer was made? It was made in the response to the criticism. What was the criticism? That the British government dragged Indians into the war without consulting Indian leaders. And the Indian National Congress said that the support of the war would be provided if the power was transferred to an interim government in India. Then the Viceroy Lithinglow made a set of proposal called August offer. The proposal were
proposed dominion status as the objective for India, promised that a constituent assembly would be set up after the war to determine India's constitutional future, wherein mainly Indians decide the constitution according to their social, economic and political conception. So this was another proposal. That means promise that the constituent assembly would be set up. A constituent assembly set up for what? After the war, to determine India's constitutional future. And here Indians decide the constitution according to their social, economical and political conception. So first time that the British acknowledged the demand for constituent assembly, that was in August of. Now, no future constitution to be adopted without the consent of minorities. No future constitution to be adopted without the consent of minorities. The Viceroy Executive Council will be extended to include growing number of Indians, and the creation of War Advisory Council. There would be no changes in Government of India Act. So these were the proposal in August of. അടുത്ത വീഡിയോയിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രിപ്സ് മിഷൻ ഇവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.